ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു ഫൺസി ഇറ്റ്സ് മീ ജൂലിയ. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അപ്ഡേറ്റ് വീഡിയോ ആണ് ഗൈസ്. ഒപിനെറ്റ് ടെസ്റ്റ്നെറ്റിൻ്റെ ലാസ്റ്റ് ഫേസ് ആയിട്ടുള്ള ഒഡീസെ ലൈവ് ആയിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നത് ഇതാണ് അവരുടെ ഫൈനൽ ഫേസ് എന്നാണ്. അപ്പോൾ ഈ ഒരു ഫൈനൽ ഫേസോടുകൂടി ഈ ടെസ്റ്റ്നെറ്റ് അവസാനിക്കുകയും മെയിൻനെറ്റ് ലോഞ്ച് ചെയ്യുകയും ചെയ്യുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ന്യൂ യൂസേഴ്സ് ആരെങ്കിലും നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇപ്പം തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ റിവാർഡിൻ്റെ കാര്യത്തിൽ, അതായത് എത്രത്തോളം റിവാർഡ് കിട്ടും എന്നുള്ള കാര്യത്തിൽ നമുക്ക് അത്ര ഉറപ്പില്ല. ഒരു 50-50 ചാൻസ് ആണ് അതിനകത്തുള്ളത്. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മൾ അവരുടെ ഡിസ്കോഡിലൊക്കെ അവരോട് നമ്മൾ ചോദിക്കുമ്പോഴൊക്കെ അവർ പറയുന്നത് ന്യൂ യൂസേഴ്സിന് ഇപ്പോൾ വേണമെങ്കിലും ജോയിൻ ചെയ്യാം, പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എന്ന് തന്നെയാണ്. പക്ഷേ എനിക്ക് അത്ര ഉറപ്പില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തോളുക. അപ്പോൾ ഇനി പറഞ്ഞു നീട്ടാതെ നമുക്ക് നേരെ ടെസ്റ്റ്നെറ്റിലേക്ക് തന്നെ പോകാം. സോ OP-Net ഓൾറെഡി യൂസ് ചെയ്യുന്നവർ നിങ്ങളുടെ OP വാലറ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഇനി ന്യൂ യൂസേഴ്സ് ആണെങ്കിൽ ഞാൻ OP വാലറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതുവഴി കയറി നിങ്ങളുടെ വാലറ്റ് സെറ്റപ്പ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിയൊരു വാലറ്റ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ ടാമാസ്കിൻ്റെ റിക്കവറി ഫ്രേസ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. സോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുക. then അത് കഴിയുമ്പോഴത്തേക്കും ടെസ്റ്റ്നെറ്റിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതുവഴി നിങ്ങൾ ടെസ്റ്റ്നെറ്റ് സൈറ്റിലേക്ക് കയറുക. അപ്പോൾ അതാ ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും വരിക. ഇവിടെ മുകളിൽ ഒഡീസ ഈസ് ലൈവ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. സോ അതിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ദെൻ ഇവിടെ ഇങ്ങനെ ഇൻ്റർഫേസിലേക്കായിരിക്കും അപ്പോൾ നിങ്ങൾ പോവുക. ഇവിടെ നിങ്ങൾക്ക് എക്സ്പ്ലോർ പോർട്ടൽ എന്നൊരു ഇതൂടെ കാണാം. സോ അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ വേറൊരു ടെസ്റ്റ്നെറ്റ് സൈറ്റിലേക്കായിരിക്കും പോവുക. അതായത് അവിടെയാണ് നിങ്ങൾക്ക് ടാസ്കുകളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പോൾ ആ ഒരു സൈറ്റിലേക്കായിരിക്കും നിങ്ങൾ പോവുക. ഇനി ഇവിടെ നിങ്ങൾ OP വാലറ്റ് കണക്ട് ചെയ്യണം. അതേപോലെ തന്നെ ട്വിറ്ററും കണക്ട് ചെയ്യണം. സോ ഇത് രണ്ടും നിങ്ങൾ കണക്ട് ചെയ്യുക. ഇനി ഓൾറെഡി യൂസ് ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് ഓൾറെഡി അവിടെ പോയിൻറ്റ്സ് ഉണ്ടായിരിക്കും. സോ ഈ ഒരു പോയിൻറ്റ്സ് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിവിടെ ഫോസ്റ്റിൽ നിന്നും ടെസ്റ്റ്നെറ്റ് ടോക്കൺസ് ക്ലെയിം ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അതിനായിട്ട് ഗെറ്റ് റെഡ് ടെസ്റ്റ് ബിറ്റ്കോയിൻ എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. സോ അതിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വാലറ്റ് അഡ്രസ്സ് അവിടെ കോപ്പി ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾ തിരിച്ച് ആ ഒരു സൈറ്റിലേക്ക്, ടെസ്റ്റ്നെറ്റ് സൈറ്റിലേക്ക് പോകുമ്പോൾ അവിടെ നിങ്ങൾക്ക് റെഡ് ടെസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ മതി, നിങ്ങളുടെ വാലറ്റ് അഡ്രസ്സ് അവിടെ കോപ്പി ആവുന്നതായിരിക്കും. ദെൻ നിങ്ങൾ ഫോസ്റ്റിൻ്റെ സൈറ്റിലേക്ക് വന്നിട്ട് അവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. ദെൻ അവിടെ ഒരു ക്യാപ്ച കാണും, അതോട് ജസ്റ്റ് ഒന്ന് ചെയ്യുക. ദെൻ നിങ്ങൾ ക്ലെയിം BTC എന്നുള്ള ഓപ്ഷൻ കൊടുത്തുകൊണ്ട് നിങ്ങൾ ക്ലെയിം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു ദിവസം ഒരു വട്ടം നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ 24 hours കഴിഞ്ഞിട്ടേ നെക്സ്റ്റ് ക്ലെയിം നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ അത് ക്ലെയിം ആയി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്കത് നിങ്ങളുടെ വാലറ്റിൽ കാണാവുന്നതാണ്. RBTC ആയിട്ട് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് മോട്ടോയിൽ 6.38K മോട്ടോ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. സോ നേരത്തെ ടെസ്റ്റ്നെറ്റ് ചെയ്തവർക്കെല്ലാം തന്നെ അവർ 6000+ മോട്ടോ വീതം എയർ ഡ്രോപ്പ് ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ നിങ്ങളും നിങ്ങളുടെ വാലറ്റ് ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിന് വാല്യൂസ് ഒന്നും ഇല്ല ഈ ഒരു മോട്ടോയ്ക്ക്. ജസ്റ്റ് ടെസ്റ്റ്നെറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഉള്ളതാണ്. അപ്പോൾ ഈ ഒരു ടെസ്റ്റ്നെറ്റിൽ നമുക്ക് സ്വാപ്പ് ചെയ്യാനും ലിക്വിഡിറ്റി ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു മോട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ മെയിൻ പേജിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കുറേ ടാസ്കുകളൊക്കെ കാണാം. ഈ ഒരു ടാസ്കുകളെല്ലാം തന്നെ നിങ്ങൾ ചെയ്യേണ്ടതാണ്. എക്സിക്യൂട്ടീവ് RBC മോട്ടോ സ്വാപ്പ്, എക്സിക്യൂട്ടീവ് RBC ഒഡീസെ എന്നൊക്കെ പറഞ്ഞിട്ട്, ഒഡീസെ സ്വാപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ടാസ്കുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. സോ ഈ ടാസ്കുകളെല്ലാം തന്നെ നിങ്ങൾ 1 by 1 ആയിട്ട് ചെയ്യുക. സോ ഞാൻ 1-2 ജസ്റ്റ് ചെയ്തൊന്ന് കാണിച്ചു തരാം. ഞാൻ ഫസ്റ്റ് നമുക്ക് സ്വാപ്പ് ചെയ്യുന്ന തന്നെ എടുക്കാം. അപ്പോൾ ആ യൂട്ടിലിറ്റീസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ജസ്റ്റ് അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഓപ്പൺ മോട്ടോ സ്വാപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനോട് കാണിക്കും. അതായത് അത് സ്വാപ്പ് ചെയ്യുന്നതിൻ്റെ ഉള്ള സൈറ്റാണ്, അതിൻ്റെ ലിങ്കാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ അതാ നമ്മൾ ആ ഒരു സൈറ്റിലേക്ക് പോകും. ദെൻ ഇവിടെ നിങ്ങൾ വാലറ്റ് കണക്ട് ചെയ്യുക. ദെൻ ഇവിടെ നിങ്ങൾ ബിറ്റ്കോയിൻ റീടെസ്റ്റ് തന്നെയാണെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഉറപ്പ് വരുത്തേണ്ടതായിട്ടുണ്ട്. ദെൻ നിങ്ങൾ RBTC ടു മോട്ടോ എന്നുള്ള രീതിയിൽ നിങ്ങൾ സ്വാപ്പ് ചെയ്യുക. അതായത് മുകളിൽ RBTC കൊടുക്കുക, താഴെ നിങ്ങൾ മോട്ടോയും സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ നിങ്ങൾ സ്വാപ്പ് ചെയ്യുക. അപ്പോൾ 0.05 എങ്കിലും നിങ്ങൾ മിനിമം കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എമൗണ്ട് അവിടെ 0.005 കൊടുക്കുക. ദെൻ നെക്സ്റ്റ് കൊടുക്കുക. അത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവിടെ റിസർവ് സ്വാപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ആയിട്ട് നിങ്ങൾ ആദ്യം അത് കൊടുക്കുന്നതിന് മുമ്പേ 1 ബ്ലോക്ക് എന്നുള്ള ഒരു ഓപ്ഷനോട് 1 ബ്ലോക്ക് തന്നെ നിങ്ങളവിടെ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. സോ ഇതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ മറ്റൊരു ടാസ്ക് കൂടെ, ഇത് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതിലൂടെ മറ്റൊരു ടാസ്ക് കൂടെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. സോ അത് ഏതാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇനി അങ്ങോട്ട് പോകുമ്പോൾ അത് കാണാനായിട്ട് സാധിക്കും നിങ്ങൾക്കത്. അത് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ ഇപ്പോൾ നിങ്ങളിവിടെ 1 ബ്ലോക്ക് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ നിങ്ങൾ റിസർവ് സ്വാപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ സൈൻ ഇൻ ചെയ്യേണ്ടതായിട്ട് വരും. ജസ്റ്റ് ഒന്ന് കൊടുക്കുക. അത് കഴിയുമ്പം നിങ്ങൾക്ക് കൺഫർമേഷൻ വരും. അതുകൂടെ കൊടുക്കുക. ഓക്കെ,
അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ചെയ്യുമ്പോൾ ഇത് കൺഫേം ആവാൻ വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ഇങ്ങനെ നമ്മൾ ഓൾറെഡി നമ്മളെല്ലാം കൊടുത്തു, പക്ഷേ അതൊന്ന് കംപ്ലീറ്റ് ആവുന്നിടം വരെ നിങ്ങളത് വെയിറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പോയിൻറ്റ്സ് ക്രെഡിറ്റ് ആവില്ല. സോ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ റിസർവേഷൻ എക്സ്പയർ ആകും. സോ അതിന് മുമ്പേ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നിങ്ങൾ കൺഫേം ആയതിനു ശേഷം മാത്രമേ നിങ്ങൾ പോകാവൂ. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ടൈം കൊണ്ട്, കൺഫേം ആവുന്ന ഒരു ടൈം കൊണ്ട് നിങ്ങൾക്ക് മറ്റ് ടാസ്കുകളൊക്കെ പോയി ചെയ്തിട്ട് വരാവുന്നതാണ്. അപ്പം കംപ്ലീറ്റ് ആയോ എന്നുള്ളത് നിങ്ങൾ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ എനിക്ക് റിസർവേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഇവിടെ നമ്മൾ സ്വാപ്പ് ടോക്കൺസ് എന്നും പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. സോ അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കൊടുക്കുക. ദെൻ അപ്പോൾ നിങ്ങൾക്ക് സ്വാപ്പ് ആവുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ താഴേക്ക് വരുമ്പോഴത്തേക്കും വെരിഫൈ കംപ്ലീഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. സോ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കൊടുക്കുക. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ വേറൊരു ടാസ്ക് കൂടെ കംപ്ലീറ്റ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാം പെർഫോം ഇനേറ്റീവ് സ്വാപ്പ് വിത്ത് 1 AS ബ്ലോക്ക് റീഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ടാസ്ക് കൂടി ഇവിടെ കംപ്ലീറ്റ് ആയത് കാണാം. സോ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അവിടെ നമ്മൾ 1 ബ്ലോക്ക് എന്നുള്ളൊരു ഓപ്ഷൻ നമ്മൾ 1 ബ്ലോക്ക് എന്ന് സെലക്ട് ചെയ്ത് കൊടുത്തത് കൊണ്ടാണ് നമുക്കവിടെ ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആയതുപോലെ നിങ്ങൾക്ക് കാണുന്നത്. സോ അതിന് വേണ്ടിയിട്ടാണ് നേരത്തെ ഞാൻ ആ ഒരു സ്വാപ്പ് ചെയ്യുമ്പോൾ 1 ബ്ലോക്ക് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പറഞ്ഞത്. ഓക്കെ, അപ്പം ഇപ്പോൾ ഈ ടാസ്കുകളെല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റേക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ആ മോട്ടോ സ്വാപ്പ് സൈറ്റിൽ തന്നെയാണ് നമ്മൾ കയറുന്നത്. എന്താ ഇവിടെ നിങ്ങൾ മോട്ടോയുടെ അവിടെ ആയിട്ട് നിങ്ങൾക്ക് ഉള്ള എത്ര എമൗണ്ട് ആണോ നിങ്ങളിലുള്ളത് അതിനനുസരിച്ചിട്ട് കുറച്ച് നിങ്ങൾ കൊടുക്കുക. ദെൻ അവിടെ നിങ്ങൾ സ്റ്റേക്ക് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്റ്റേക്ക് RBTC ഓൺ മോട്ടോഷെപ്പ് ആണ്. അതായത് മോട്ടോഷെപ്പിൻ്റെ സൈറ്റിലേക്ക് വേണം നമ്മൾ ഇതിനകത്ത് കയറാനായിട്ട്. ദെൻ നിങ്ങളിവിടെ വാലറ്റ് കണക്ട് ചെയ്യുക. ദെൻ താഴെ നിങ്ങൾക്ക് വ്യൂ ദ മെനു ഓപ്ഷൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. നിങ്ങളത് ജസ്റ്റ് കൊടുക്കുക. ദെൻ അവിടെ ബിറ്റ്കോയിൻ ആണ് നമുക്ക് സ്റ്റേക്ക് ചെയ്യേണ്ടത്. സോ അവിടെ നിങ്ങൾ സെലക്ട് ദ ഡിഷ് എന്നുള്ളൊരു ഓപ്ഷനോട് കാണാം. സോ അത് നിങ്ങൾ കൊടുക്കുക. അപ്പോൾ താഴെ നിങ്ങൾക്ക് സ്റ്റേക്ക് യുവർ BTC എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. നിങ്ങളവിടെ നിങ്ങളുടെ എത്രയാണോ എന്ന് വെച്ചാൽ എമൗണ്ട് നിങ്ങൾ കൊടുക്കുക. മിനിമം 0.0012 എങ്കിലും കൊടുക്കണം. ആ ഒരു എമൗണ്ട് നിങ്ങൾ കൊടുത്തുകൊണ്ട് സ്റ്റേക്ക് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ചെയ്യുമ്പോൾ എനിക്ക് ഇൻസഫിഷ്യൻറ്റ് ബാലൻസ് എന്നാണ് കാണിക്കുന്നത്. അത് സൈറ്റ് എറർ എന്തോ ആണ്. അതെന്താണെന്നുള്ളത് നമുക്ക് അറിയില്ല. സോ നമുക്ക് ജസ്റ്റ് റീഫ്രഷ് ചെയ്ത് നോക്കാം. ഞാൻ എന്താ റീഫ്രഷ് ചെയ്ത് കൊടുത്തിട്ട് എനിക്കിപ്പോൾ സ്റ്റേക്ക് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം കൺഫേം എന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് വിടണം നിങ്ങൾ. അതിന് ശേഷമേ നിങ്ങൾ കൺഫർമേഷൻ നിങ്ങൾക്ക് വരുള്ളൂ. ദെൻ നിങ്ങളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൺഫേം ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് സെൻഡ് മോട്ടോ ടു ഫ്രണ്ട്സ് വാലറ്റ് എന്നുള്ളൊരു ടാസ്ക് ആണ്. ഇത് ജസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ മോട്ടോ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് സെൻഡ് ചെയ്യുന്നുള്ളത് മാത്രമാണ്. സോ ഞാൻ അതിനായിട്ട് മോട്ടോ സ്വാപ്പ് സൈറ്റ് തന്നെയാണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മളത് എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവിടെ സ്വാപ്പ് ആൻഡ് സെൻഡ് എന്ന് പറഞ്ഞിട്ട് 2 ഓപ്ഷൻ കാണിക്കും. സ്വാപ്പും സെൻഡും 2 ഓപ്ഷൻ കാണിക്കും. സോ ഇതിനകത്ത് നിങ്ങൾക്ക് സെൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് നിങ്ങൾക്ക് അവിടെ എടുക്കേണ്ടത്. സോ നിങ്ങൾ ആ ഒരു ഓപ്ഷൻ എടുക്കുക. ദെൻ ഇവിടെ മോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ അവിടെ റെസിപ്പിയൻ അഡ്രസ്സിൻ്റെ അവിടെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ആരുടെയെങ്കിലും അഡ്രസ്സ് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഫ്രണ്ട്സ് ആരും ഇല്ലയെന്നുണ്ടെങ്കിൽ എൻ്റെ വാലറ്റ് അഡ്രസ്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അത് യൂസ് ചെയ്താലും മതി. ആൻഡ് നിങ്ങൾ കുറച്ച് എമൗണ്ട് സെലക്ട് ചെയ്ത് നിങ്ങൾ കുറച്ച് അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവിടെ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ തിരിച്ച് വന്ന് നിങ്ങൾ വെരിഫിക്കേഷൻ കംപ്ലീഷൻ എന്നുള്ളത് കൊടുക്കണം. സോ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ആ ഒരു പോയിൻറ്റ്സ് നിങ്ങൾക്ക് അവിടെ ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് അവിടെ കാണാം അത് കംപ്ലീറ്റ് ആയതിൻ്റെ പോയിൻറ്റ്സ് ക്രെഡിറ്റ് ആവുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 7 ഓൺ ചെയിൻ ടാസ്കുകളാണുള്ളത്. അത് അത്രയും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ഇനി കംപ്ലീറ്റ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ഒഡീസെ NFT ക്യാമ്പയിന് ഇപ്പുറത്തൊരു സെക്ഷനിലായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. സോ നിങ്ങൾ അവിടെ വരിക. അപ്പോൾ നിങ്ങൾ ഈ ഒരു 7 ടാസ്കും 25-ാം തീയതിക്ക് മുമ്പായിട്ട് തന്നെ നിങ്ങൾ ചെയ്ത് തീർക്കണം. ഏതാണ്ട് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ, 3-4 ദിവസം കൂടെ ഉള്ളൂ. സോ നിങ്ങൾ 25th മുമ്പായിട്ട് തന്നെ, ഒക്ടോബർ 25th മുമ്പായി തന്നെ നിങ്ങളിത് ചെയ്യേണ്ടതാണ്. സോ അതിന് മുമ്പായി തന്നെ നിങ്ങൾ ചെയ്ത് തീർക്കാനായിട്ട് ശ്രമിക്കുക. ദെൻ ഓരോ വീക്കിലും നിങ്ങൾക്ക് ഈ ഒരു NFT ക്ലെയിം ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ കാണും. സോ നിങ്ങളത് അവിടെ വന്നിട്ട് ക്ലെയിം ചെയ്യേണ്ടതാണ്. അപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് എത്ര വീക്സ് ആണോ നിങ്ങൾക്ക് ടാസ്കുകളുള്ളത് ആ എല്ലാ വീക്കിലെയും ടാസ്കുകളും നിങ്ങൾ ഇതേപോലെ തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ദെൻ നിങ്ങൾക്ക് ഇവിടെ ഒഡീസ സെക്ഷനിൽ താഴെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറേ സോഷ്യൽ ടാസ്കുകളൊക്കെ കാണാം. സോ നിങ്ങൾ അതും കൂടെ കംപ്ലീറ്റ് ചെയ്യുക. ഇത് നിങ്ങൾ ഡെയിലി ഒന്ന് ചെക്ക് ചെയ്യണം. മാറി വരും. പുതിയ അവരുടെ പോസ്റ്റുകളൊക്കെ ലൈക്ക് ചെയ്യാനും റീട്വീറ്റ് ചെയ്യാനും ഒക്കെ കാണും. സോ അതെല്ലാം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ദെൻ ഇതിനോടൊപ്പം അവരൊരു ഗാലക്സി ക്വസ്റ്റ് കൂടിയുണ്ട്. സോ ആ ഒരു ഗാലക്സി ക്വസ്റ്റ് കൂടെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ജസ്റ്റ് ഒന്നുമില്ല, സിമ്പിളാണ്. ഡിസ്കോഡ് റോള് ക്ലെയിം ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ലിങ്ക് കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതുവഴി നിങ്ങൾ കയറുക. അത് ഞാൻ ഇവിടെ ചെയ്ത് കാണിക്കുന്നില്ല, ജസ്റ്റ് ഞാൻ കാണിക്കുന്നുള്ളതേ ഉള്ളൂ. ബിക്കോസ് നമ്മൾ ഒരുപാട് ഗാലക്സി ക്വസ്റ്റുകൾ ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ്.
അതുകൊണ്ട് തന്നെ ഞാനത് ഇവിടെ ചെയ്ത് കാണിക്കുന്നില്ല. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാമിലെ ഡിസ്കഷൻ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജസ്റ്റ് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞു തന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഡിസ്കഷൻ ഗ്രൂപ്പ് വഴി നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്തിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പം ഇതെല്ലാം കൃത്യമായിട്ട് തന്നെ ചെയ്യുക. ഇത് നമ്മൾ ഓൾറെഡി ചെയ്ത ടെസ്റ്റ് നെറ്റിൻ്റെ അപ്ഡേറ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങളിത് മിസ് ചെയ്യരുത്. ഈ ഒരു അപ്ഡേറ്റ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾ ആ ഒരു ടെസ്റ്റ് നെറ്റ് ചെയ്തത് കൊണ്ട് പ്രയോജനം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല രീതിയിൽ ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ വരെ ബൈ ഗായ്സ്.